ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മളെ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ, അതുപോലെ മുടിക്ക് കട്ടിയില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിയുക, അതും പ്രത്യേകിച്ച് ഈ നെറ്റി ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മുടി കയറുക, ഇതൊക്കെ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് ഇന്ന് ഞാൻ നല്ലൊരു ഹെയർ പാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതെന്ന് പറയുന്നത് നാച്ചുറലാണ്, 100% ഒരു കെമിക്കലും അടങ്ങാത്തതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും പറമ്പുകളിലും അതുപോലെ നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. ഈ ചെമ്പരത്തിയുടെ പൂ കൊണ്ട് നമുക്ക് നല്ലൊരു ഹെയർ കെയർ കൊടുക്കുന്ന ഒരു നല്ല പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ഷാമ്പൂ ഒക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഷാമ്പൂ മാതിരി തന്നെയുള്ള ഒന്നാണ് ഒരു താളി. ചെമ്പരത്തിയുടെ ഇല കൊണ്ടുള്ള താളി എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ അഴുക്ക് പോവുക, അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിട്ടും. ഷാമ്പൂ ഇടുന്ന പോലെ തുല്യമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത്രയ്ക്ക് നല്ല ഒരു നല്ല താളിയായിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ ഇല എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ചെമ്പരത്തിയുടെ പൂ കൊണ്ടാണ്. ഇതൊരു 10-15 ചെമ്പരത്തി പൂവുണ്ട്. അതിൻ്റെ അടിയിലത്തെ ആ ഒരു പച്ച തണ്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ പൂ മുഴുവനോടെ എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ വീടുകളിലും കാണുന്ന നമ്മുടെ അടുത്ത വീടുകളിലും എല്ലായിടും നമുക്കിത് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചെമ്പരത്തി പൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പായ്ക്ക് ഉണ്ടാക്കുവാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. കാരണം എൻ്റെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിക്ക് കട്ടി കുറവായിരുന്നതും എല്ലാം ഇത് തേച്ചിട്ടാണ് നമുക്ക് നല്ല മാറ്റം കിട്ടിയത്. വളരെ കുറച്ച് ദിവസങ്ങളിനുള്ളിൽ തന്നെ എൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഇന്നും എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ പുതിയ കൂട്ടുകാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും പറമ്പുകളിലും അതുപോലെ നമ്മൾ വീടുകളിൽ നട്ടു വളർത്തുന്നതുമായ ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പൂവച്ചാണ് ഇന്ന് നമ്മൾ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആ ചുവട്ടിലുള്ള ആ പച്ച തണ്ടെന്ന് പറയുന്നത് നമ്മൾ കളയണം. അതിനുശേഷം ഈ പൂവും മൊത്തത്തോടെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ പൂമ്പൊടി ഒന്നും മാറ്റണ്ട. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ഇത് ഒരു സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. ശരിക്കും ഒരു 4-5 മിനിറ്റ് സമയം ഇത് തിളച്ചാൽ മതി. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഇതിലെ റെഡ് കളർ മുഴുവനും വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരും. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും റെഡ് കളറിലൊരു വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും മുടി കൊഴിച്ചിലിനും അതുപോലെ മുടി പൊട്ടിപ്പോവുക, മുടി നല്ല തിക്കായിട്ട് വളരുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. എല്ലാവരുടെയും നന്നായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ നിൽക്കുകയും അതുപോലെ തന്നെ താരൻ ഉണ്ടാവത്തില്ല. അങ്ങനെ നല്ലൊരു കണ്ടീഷണർ കൂടിയാണിത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ പൂ കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇപ്പോൾ അതിലെ ആ ചെമ്പരത്തി പൂവിൻ്റെ നിറമെല്ലാം മാറി അതിപ്പോൾ എല്ലാം വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞു. നല്ലൊരു ചുമന്ന കളറിലെ വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കണം. ഇത് തണുത്തതിന് ശേഷമേ നമുക്കിത് ഒരു അരിപ്പ വെച്ച് അരിക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഒരു അരിപ്പ വെച്ച് അരിക്കാം. ഇതിൻ്റെ ഈ കൊന്തും നമ്മൾ കളയണ്ട. ഈ പൂവ് അതിലെ നിറം മുഴുവൻ പോയെന്ന് വിചാരിച്ചാൽ അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ട് ഇത് നമ്മുടെ കണ്ടോ നന്നായിട്ടിത് പിഴിഞ്ഞെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. അതും കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉണ്ടോ നല്ല ചുമന്ന ഒരു വൈനിൻ്റെ കളറാണ് ഇപ്പോൾ അതിനുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ്.
നമുക്ക് ഷാമ്പൂ മാർക്കറ്റിൽ നിന്നും മേടിക്കാതെ ഇതുകൊണ്ട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് മുടിയിലെ അഴുക്കാണെങ്കിലും പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഷാമ്പൂ ആയിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ ആണത്. ഈ മാർക്കറ്റിലൊക്കെ എന്തായാലും കെമിക്കൽ അടങ്ങുന്നതാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ താളിയും ഇല വെച്ച് തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ഇതിലെ വെള്ളം കുറച്ചുകൂടി പറ്റി നല്ല കുറുകിയ മാതിരി വരണം. ഇനിയിപ്പം ഞാൻ അടുപ്പ് കത്തിച്ച് ഇത് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇതൊരു 3-4 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോഴത്തേനും നല്ല കുറുകിയിരിക്കും ഇത്. ചെമ്പരത്തി ഇല്ലാത്തവരെ വീടുകളിലൊന്നും ഇത് വെച്ച് പിടിപ്പിക്കണം. നമുക്കിത് വളരെ ഗുണമുള്ള ഒരു ഹെയർ കെയറിനും അതുപോലെ താളിക്കും എല്ലാം പറ്റിയതാണിത്. ചെമ്പരത്തി പല കളറിലെ പൂക്കളുണ്ട്. വെള്ളയായിട്ടും മഞ്ഞയായിട്ടും റോസായിട്ടും റെഡായിട്ടും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വാടിയ പൂ പോലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി. ഇതൊരു 3 ദിവസം വരെ നമുക്ക് വെളിയിൽ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ്. ഇത് ഒരു 10-15 ദിവസത്തോളം നമുക്ക് കേടില്ലാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇത് കുളിക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് സമയം നമുക്കിത് തേച്ചതിന് ശേഷം നമുക്ക് സാധാരണ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാവുന്നതാണ്. ഇത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എത്ര വളരാത്ത മുടിയും വളരും. അതുപോലെ മുടി കൊഴിച്ചിലുള്ളവരുടെ മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാക്ക്. ഇതിപ്പോൾ നമുക്ക് ഈ കുപ്പിയിലോട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആണ് നമ്മുടെ ഹെയർ പാക്ക്. ഇത് ഞാൻ ബോട്ടിനകത്താക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു 15 ദിവസം വരെയൊക്കെ ഇരിക്കും. വെളിയിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ ചീത്തയാവത്തില്ല. പിന്നെ ഞാനിപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ടും ഇത് അപ്ലൈ ചെയ്യാം. ഇതിനകത്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വളരെ ഗുണമുള്ളതാണ്. പിന്നെ ഞാൻ വൈറ്റമിൻ ഇ ഡ്രോപ്സും കൂടി ഒരു ഗുളികയുണ്ട്. അപ്പോൾ വേണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോപ്സും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഗുണമാണ്. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആവത്തില്ല. അതുപോലെ തന്നെ നമുക്ക് മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതെ ഇങ്ങനെ സ്കാൽപ്പിലൊക്കെയാണ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് ഒന്ന് ചെറിയ മസാജും കൂടി ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് മുടിക്ക് നല്ല നന്നായിട്ട് പിടിക്കും. അതുപോലെ നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും സ്കാൽപ്പിലൊക്കെ. അപ്പോൾ തന്നെ മുടി വളർച്ചയൊക്കെ ആണെങ്കിലും ഇത് മുടിയിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആകും ഇത്. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ വകപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്കാൽപ്പിലും ചെയ്യാം. അതുപോലെ നമ്മൾ മുടിയിലാണെങ്കിലും മുടി സ്പ്ലിറ്റ് ചെയ്യാതൊക്കെ ഇരിക്കും. അതുപോലെ തുമ്പിലാണെങ്കിലും ഒക്കെ മുടി പൊട്ടിപ്പോകുന്നതിനെയൊക്കെ നമ്മുടെ ഇങ്ങനെ ചിലരുടെ മുടിയിലേക്ക് അറ്റം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണാം. വിണ്ട് കയറി അതൊന്നും ഉണ്ടാകത്തില്ല. നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മുടി മൊത്തമായിട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെറിയ മസാജിങ് കൊടുക്കണം. ഇങ്ങനെ കൊടുത്ത് ഒരു 15-20 മിനിറ്റ് സമയം നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി. ഒരു ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷാമ്പൂ ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇല പറിച്ച് ചെമ്പരത്തി താളിയായിട്ട് ഉപയോഗിക്കാം. അതും വളരെ നല്ലതാണ്. ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ ഷാമ്പൂ എത്ര കെമിക്കലില്ലെന്ന് പറഞ്ഞാലും അതിൽ കുറച്ചിറങ്ങിയിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാതെ ആ ഇല നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിനുശേഷം അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അത് അരിക്കണം.
അല്ലെങ്കിൽ അതിൻ്റെ ആ ഇലയെല്ലാം മുടിയിൽ കാണും. അത് അരിച്ചതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. ശരിക്കും ഷാമ്പു തേക്കുന്ന കണക്ക് തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.